എടാ ഒന്നിട്ട് വാടാ, വെള്ളിയാഴ്ചയെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ട് ഈ ഫോണ് എന്നല്ല പടത്തെ നീച്ചു പോവാം. ഇതൊന്ന് ഈ ബെഡ് കുറച്ച് യൂട്യൂബ് എന്നുള്ള നിർത്തിയാൽ മതി. നമ്മൾ പള്ളി കഴിഞ്ഞ് വന്നതിന് ശേഷം കണ്ടില്ലേ കറി സാമ്പാർ ഉണ്ടാക്കി കൊടുത്ത്, അതുപോലെ തന്നെ വെണ്ടക്ക ഉപ്പേരി, നല്ല ചോറ്. നാട്ടിൽ ബീഫാണ്. നമ്മളെ ആശുപത്രി ഇന്നലെ മണ്ണാർക്കാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊടുത്താണ് അവൻ്റെ പരിയന്നവൻ്റെ ഉണ്ണി ഹോട്ടലുണ്ടായി കൊടുത്ത ബീഫ് ഞങ്ങൾ ഇന്നലെ രാത്രി കഴിച്ചാണ്. ബാക്കി ഇന്നലെ രാത്രി ഈ നെയ്ച്ചോറ് ഇങ്ങനെ ചൂടാക്കാൻ പറ്റുക. ഈത്തപ്പഴത്തിൻ്റെ അച്ചാർ കൊപ്പി നക്കിക്കുന്നുണ്ട്. ഇത്രയും ഉണ്ടായിരുന്നു. ഒരൊറ്റ ആഴ്ച കൊണ്ടാണ് ഈത്തപ്പഴത്തിൻ്റെ അച്ചാർ തീർത്തത്. എന്താ ചെയ്യുക? എടാ വാടാ, നിങ്ങൾക്ക് എന്താണ് നിങ്ങളൊക്കെ പേരെ പോയി നിങ്ങളൊക്കെ ഭാര്യ വീട്ടിലൊക്കെ പോകുന്ന ആൾക്കാർ ഇതുപോലെ തന്നെ ഫാമിലി എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിതുപോലെ പെട്ടിക്കെടുത്ത് ആരുണ്ടാക്കല് ഞാൻ എനിക്കിതുപോലെ തന്നെയല്ലേ. ഞാൻ ഒരാഴ്ച കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആണല്ലോ ഇവിടെ ആരുണ്ടാക്കുന്നില്ലേ കേട്ടോ. ഒരാഴ്ച കൂടി ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കാനേ ഇതൊക്കെ ഉണ്ടാക്കല് വാണി പോയി കണ്ടോ. നിങ്ങൾക്ക് വീട്ടിൽ പല്ല് ചെയ്യില്ലെങ്കിൽ ഈ കുഴി മടിയന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. കഴിക്കാം വേഗം വരുന്ന ഒറ്റ ചോറ് വയ്ക്കുന്നു, കിടക്കുന്നു, 5 മണിക്ക് നീക്കുന്നു. അപ്പൊ എന്തായാലും ഈ ബീഫ് കൊടുത്തേച്ചിട്ടുള്ള ഹാഷിമിന്റെ അമ്മാക്കും വീട്ടുകാർക്കും പഠിച്ച നല്ല ആരോഗ്യമില്ല ദീർഘായുസ് കൊടുക്കട്ടെ. ഇനിയും ഇതുപോലെ നമുക്ക് ബീഫ് എത്തിക്കാൻ അവനക്കും നല്ല എപ്പോഴും നാട്ടിൽ പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നിപ്പോ ഈ വെള്ളിയാഴ്ച ഇങ്ങനെ ബീഫ് കുറച്ച് കഴിക്കാൻ പറ്റിയത് ഒരാൾ ഇന്നലെ വന്നില്ല. ഷഹൽ മണ്ണാർക്കാട് ഇന്നലെ കഴിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് താങ്ക് യു സോ മച്ച്. ഇന്നലെ അദ്ദേഹത്തിൽ അതിന് നമുക്ക് കഴിക്കാൻ പറ്റി അല്ലേ. ഇന്നലെ ഷഹൽ വരെ നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഓരോ ചേർക്കാറ് നന്ദി പറയണം. എന്റെ പേരിലും എന്റെ യൂട്യൂബ് ചാനലിലും നന്ദി അറിയിക്കണം. താങ്ക് യു വരാത്തതിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും.